നമസ്കാരം. ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യുവത്വങ്ങൾക്കിടയിൽ യുവത്വത്തിനിടയിൽ ലഹരി ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ അടുത്തായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസുണ്ട്. സ്വന്തം മകൻ അമ്മയെ കൊലപ്പെടുത്തിയ ഒരു കേസ്. ആ കേസില് എന്താണ് ആ സാഹചര്യത്തിലേക്ക് വഴി തെളിയിച്ചത് എന്നുള്ളതും അതിന്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതെ, നമുക്കത് ലളിതമായിട്ട് കണ്ടുവരാം. അതിക്രൂരമായി 20ലധികം വെട്ടുകളിൽ മുറിവുകൾ ഏറെയും കഴുത്ത് അറ്റുവീഴാറായ നിലയിലായിരുന്നു. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചതാണ് വഴിത്തിരിവായത്. കൊലപാതകത്തിന് മുമ്പ് ആഷിഖ് വാക്കത്തിങ്ങി പോകുന്നതും കൃത്യം നിർവഹിച്ചതിനു ശേഷം രക്തത്തിൽ കുളിച്ച കൈകളിൽ കത്തി പിടിച്ചു വരുന്നതുമായ ദൃശ്യങ്ങളുണ്ട്. പിന്നീട് വീടിന്റെ മുറ്റത്തെ ടാപ്പിൽ നിന്നും കത്തി കഴുകുന്ന ദൃശ്യങ്ങളും CCTVയിൽ പതിഞ്ഞിരുന്നു. ഇന്നലെ സൈബർ സെൽ സംഘമാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. 18-ന് ഉച്ച കഴിഞ്ഞാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടക്കുന്നത്. അടിവാരം പൊട്ടിക്കൈ 30 ഏക്കർ കായിക്കൽ സുബൈദയെ മകൻ മുഹമ്മദ് ആഷിഖാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. തേങ്ങ പൊതിക്കണമെന്ന് പറഞ്ഞാണ് അടുത്ത വീട്ടിൽ നിന്നും ആഷിഖ് കത്തി വാങ്ങിയത്. സുബൈദ മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരി പുതുപ്പാടി ചോയിയോട് ആദിൽ മൻസിൽ ഷക്കീലയുടെ വീട്ടിൽ 1.5 മാസം മുമ്പാണ്. ഷക്കീല ജോലിക്ക് പോയിരുന്ന സമയമായതിനാൽ അക്രമം നടന്ന സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആഷിഖിനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ആഷിഖ് സുബൈദയുടെ ഏക മകനാണ്. ആഷിഖ് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ സുബൈദയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞത്. പിന്നീട് കൂലിപ്പണിയെടുത്താണ് സുബൈദ ആഷിഖിനെ വളർത്തിയത്. +2 കഴിഞ്ഞ ആഷിഖിനെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് വെച്ചു. ഇവിടെ വെച്ചാണ് ലഹരി ഉപയോഗം തുടങ്ങിയത്. പിന്നീട് പണം ആവശ്യപ്പെട്ട് നിരന്തരം സുബൈദയുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്ന് അയൽവാസികൾ പറയും. ഷെഫീഖ് ഇടയ്ക്ക് വയറിംഗ് ജോലികൾക്ക് സഹായിയായി പോയിരുന്നു. സുബൈദ സഹോദരി നഫീസയുടെ വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചത്. എന്നാൽ ആഷിഖ് ലഹരി ഉപയോഗിക്കുന്നതിന് വീട്ടുകാർ എതിർത്തു. തുടർന്നാണ് മറ്റൊരു സഹോദരിയായ ഷക്കീലയുടെ വീട്ടിലേക്ക് താമസം മാറി. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ആഷിഖിനെ റിമാൻഡ് ചെയ്തു. ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കും. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ലഹരിക്ക് അടിമയായി എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നതിന്റെ നേർസാക്ഷിയാണ് നമ്മളിപ്പോ കണ്ടത്. അതെ, താമരശ്ശേരി പുതുപ്പടിയിൽ അതും രോഗിക്ക് അടിമയായ ഒരു അമ്മയെയാണ് ലഹരിക്ക് അടിമയായ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. എങ്ങോട്ടാണ് നമ്മുടെ യൗവനം പോയിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും ഒരു രസത്തിന് വേണ്ടി ലഹരി ഉപയോഗം തുടങ്ങിയിട്ട് അത് ചെന്ന് നിൽക്കുന്നത് എത്ര വലിയൊരു ആപത്താണെന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു സന്തോഷത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്നത് പിന്നീട് ക്രൂര കൃത്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും സന്തോഷത്തിന് എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് അതും എന്താണെന്ന് അനുഭവിച്ചറിയണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഓരോരുത്തർ ഇത് തുടങ്ങുന്നത്. എന്തായിരിക്കും അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു അനുഭൂതി എന്നതിൽ നിന്നാണ് തുടക്കം വരുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമ്പോ അതിന്റെ അകത്ത് ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നീ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ലയോ അങ്ങനെ ചെറിയ ചെറിയ കളിയാക്കലുകൾ അല്ലെങ്കിൽ എനിക്കും കൂടി അത് ചെയ്ത് നോക്കണം അങ്ങനത്തെ ചില കാര്യങ്ങളിലൂടെയാണ് തുടക്കം വരുന്നത്. പക്ഷെ നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് പോകുന്ന ആരും വിചാരിക്കുന്നില്ല. ഈ തുടക്കവും അങ്ങനെ തന്നെയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം ഇവരുടെ ഉള്ളിലും ഇല്ല. ശരിക്കും വിവേചനശേഷി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഏതോ ഒരു ലോകത്ത് നിന്ന് ഇവരെന്തോ ചെയ്യുന്നു. സ്വന്തം ബന്ധങ്ങളോ സുഹൃത്തുക്കളോ അവിടെ ഒന്നിനും സ്ഥാനമില്ല, സ്നേഹത്തിനൊരു പരിഗണനയില്ല. എനിക്ക് അത്രയും മാത്രം അടിമയായി പോയി. കാരണം അതില്ലാതെ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നു എന്ന രീതിയിലാണ് പൊതുസമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇന്നും ലഹരി കാരണം എത്ര കേസുകളിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനത്തെ കേസുകൾ കേൾക്കുന്നുണ്ട്. അത് വീട്ടുകാരെ കഞ്ചാവ് വാങ്ങിക്കാൻ പൈസ തന്നില്ല, അല്ലെങ്കിൽ മിക്കപ്പോഴും ഈ കേസ് തന്നെയാണ് നടക്കുന്നത്. എന്തെങ്കിലും വാങ്ങിക്കാൻ പൈസ തന്നില്ല എന്ന രീതി പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് ഓരോന്നും കാണിച്ചു. മാതാപിതാക്കളെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് ഇതുവരെ മനസ്സിലാവുന്നില്ല. താമരശ്ശേരിയിലെ കേസ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. സ്വന്തം അമ്മയെ കൊല്ലാനുള്ള ഒരു മനസാക്ഷി, എങ്ങനെ മനസാക്ഷി അതിന് സമ്മതിച്ചു എന്നാണ്. അതില് കുറ്റം ചെയ്ത ആഷിഖ് പറയുന്നുണ്ട് തന്റെ അമ്മയെ എന്തുകൊണ്ട് കൊന്നു എന്ന് പോലീസുകാർ ചോദിക്കുമ്പോ ആള് ഒരു തരത്തിലുള്ള കുറ്റബോധവും പ്രകടിപ്പിക്കാതെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, അവൻ പറയുന്നുണ്ട്
ജനിപ്പിച്ചതിന് പകരം വീട്ടിയതാണെന്ന്, അല്ലെങ്കിൽ ജനിപ്പിച്ചതിന്റെ പവറാണ് എന്നാണ് അവൻ ഇതിനെ ഇതിന് ന്യായീകരിക്കുന്നത് ശരിക്കും പറഞ്ഞ. പക്ഷെ നമ്മൾ കണ്ട ആ വിഷ്വൽസിലൊക്കെ ആളെ പോലീസ് കൊണ്ടുപോകാൻ നേരത്തെ ഒരു കൂസലും ഇല്ല, എന്നിട്ട് ആഷിക്ക് ഫ്ലൈങ് കിസ് കൊടുക്കുകയാണ്. ശരിക്കും മാധ്യമങ്ങളിലോട്ട് ഒരു തരത്തിലുള്ളൊരു, എനിക്ക് തോന്നുന്നു അപ്പോഴും ആള് ഡ്രഗ്സ് അഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് അടിച്ചിട്ട് കിറങ്ങിയാണ്ട് നിൽക്കുകയാണ്. അത് ശരിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോ സ്ത്രീ പുരുഷ ഭേദമില്ലാതെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം. സ്ത്രീ പുരുഷ ഭേദമില്ലാതെയാണ് ലഹരി ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോ ആൺപിള്ളേർ മാത്രമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ സ്ത്രീ പുരുഷ ഭേദഗതി എന്ന് പറയാം, ചെറിയ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം സ്കൂളുകളിലും സ്കൂൾ പ്രദേശങ്ങളിലുമായിട്ട് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു എന്നതാണ് ഇതിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവര് പല രീതികളിൽ അത് വിൽപ്പനയ്ക്ക് നടത്തുക. അത് ചിലപ്പം ചെറിയ ചെറിയ മിഠായി പാക്കറ്റുകളിലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതികളിൽ അവരുടെ കൈകളിൽ എത്തിക്കും. പിന്നെ അവർ അതിന് അഡിക്റ്റ് ആവുന്നു. കുട്ടികളുടെ എടുത്ത് പറയുമ്പോ കുട്ടികൾ ആദ്യം ഇവര് ഈ ലഹരി കൊണ്ടുവരുന്നവര് ആദ്യം ഇവർക്ക് സൗജന്യമായിട്ട് ലഹരി കൊടുക്കും. ഇതെന്താന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ അറിഞ്ഞു വെച്ചോ, പൈസയൊന്നും വേണ്ട, ഇതെന്താന്ന് ആ അനുഭൂതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെന്തായാലും ഇവർക്ക് അത് ഇല്ലാണ്ട് പറ്റുന്ന സാഹചര്യം വരുമല്ലോ. പിന്നീട് പൈസക്കായിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ അവരെ അറിയാതെ മോഷ്ടിക്കുക തുടങ്ങിയ ടെൻഡൻസി വരിക. ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ കുട്ടികളെ ഈ ലഹരിക്ക് അടിമയായി എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. മദ്യപിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, മദ്യപിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കഞ്ചാവ് അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് സ്വന്തം വീട്ടുകാർക്ക് പോലും ഇത് മനസ്സിലാവില്ല. ചില സിംറ്റംസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങള്, അത് നമുക്ക് സ്ഥിരമായി കാണുന്നവർക്ക് നമുക്കിത് മനസ്സിലാവുള്ളൂ. സ്കൂളിലെ അധ്യാപകർക്കാണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ഥിരമായി കാണുമ്പോൾ അവർക്ക് സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങള്, വാശികള്, ചിലപ്പോ അവര് കുറച്ചും കൂടി ഒതുങ്ങി പോകുന്ന ടൈപ്പ് ആവത്തില്ല. ശരിക്കും ഒന്നിനും അധികം ഇൻവോൾവ് ആകാതെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പിലോട്ട് മാറുന്ന രീതിയിൽ. ഇൻട്രോവേർട്ട് മീൻസ് അവർക്ക് അവരുടേതായ ഒരു അതിൽ നിന്നുകൊണ്ട് യൂസ് ചെയ്യണം. അതിലാരെയും ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ആവണം. ഇപ്പോഴത്തെ സംസ്ഥാനത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 28% കൂടുതലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരിയുടെ അളവ്. അതെ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തില് കൊച്ചിയിൽ മാത്രമായിട്ട് 2500ഓളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ. അപ്പൊ അത്രമാത്രം നമ്മുടെ കേരളത്തിലെ എറണാകുളം അവിടെയാണ്. അവിടെയുള്ള എത്ര പേരെ അത് ബാധിച്ചിട്ടുണ്ടാവണം, എത്ര കുടുംബങ്ങളെ അത് ബാധിച്ചിട്ടുണ്ടാവണം അല്ലേ? ശരിയാണ്. ഒരു 16-18 വയസ്സിന്റെ പ്രായത്തിന്റെ ഇടയിൽ ഒരു 48% പേരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് ഏത് കാറ്റഗറി നോക്കണം, 16-18 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ സമയം അത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല്. പിന്നെ 14-നും 15-നും ഇടയ്ക്ക് 43%. ഇത്രയും പേരാണ് ലഹരിക്ക് അടിമ. ചെറിയ കുട്ടികളുടെ കണക്കാണ്. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ മുതിർന്നവര് മാത്രമായിരുന്നു ലഹരിയുടെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ചില സാഹചര്യത്തിൽ നോക്കുമ്പോൾ കുട്ടികൾക്ക് സുഹൃത്തുക്കളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ശരിക്കും ഫസ്റ്റ് അവര് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ഗ്രൂപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് അത് ഡെയിലി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ ഇതിനൊരു അഡിക്റ്റ് ആവുക. ശരിക്കും ഇത് ഉപയോഗിക്കും നമുക്ക് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ ഉണ്ടാവല്ലോ, രാസഘടനയ്ക്ക് അതിന്റെ ഒരു മാറ്റം വരുന്നുണ്ട്. ഒരാൾ ഇതിപ്പോ ഒരു കഞ്ചാവ് അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാന്ന് വിചാരിച്ചു, അത് ഒരു മാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പറയുന്നത്. ഒരു മാസം അതിന്റെ എഫക്ട് ഉണ്ടാവും. നമ്മളിപ്പോ അതുകൊണ്ടാണ് അവര് സാമ്പിൾ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അത് ഒരു മാസത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ എന്തായാലും എത്രമാത്രം ഇതിപ്പം ഒരുപാട് ഡ്രഗ്സ് എന്ന് പറയുമ്പോ അതിന്റെ കൂട്ടത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, പിന്നെ എന്തൊക്കെയാ പേരുകൾ, പുതിയ പുതിയ ഐറ്റംസ് ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നവര് ഒരു കാര്യം ആലോചിക്കുക, അങ്ങനെയൊന്നും അതൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, നമ്മുടെ സൊസൈറ്റിക്ക് നല്ലതല്ല, നമ്മുടെ വീട്ടുകാർക്കല്ല, ഒന്നും നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് പോലും ഒട്ടും നല്ല ഒരു കാര്യമല്ല. നമ്മുടെ ഹെൽത്തിനെ തന്നെയാണ് അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം മെയിൻ ആയിട്ട് പറയുന്നത് നമ്മള് തലശ്ശേരിയിലെ കേസാണ്. അതെ, ആ ഒരു വിഷയം കൊണ്ടാണ് നമ്മളിപ്പോ
അധികം പ്രായമൊന്നുമില്ല അവന്, ശരിക്കും പറഞ്ഞ ഒരു 24-25 വയസ്സിന് മാത്രമേ ഉള്ളൂ പ്രായമുള്ളത്. എന്നിട്ട് സ്വന്തം അമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു ഇത് കാണിച്ച വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞത്, അതും എത്ര കഴുത്ത് വെട്ടിയിട്ട് കഴുത്ത് ഇങ്ങനെ അറുത്ത് അറ്റു പോവാനുള്ള നിലയ്ക്ക് എത്തിയിരുന്നു എന്നുള്ള സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. അതും മസ്തിഷ്കാർബുദത്തിന്റെ അത് അവനെ പേടിപ്പിച്ചാണ് സ്വന്തം വീട്ടിൽ നിന്ന് മാറിയിട്ട് സഹോദരിയുടെ വീട്ടിലേക്ക് മാറി ഇവര് മാറി താമസിച്ചത്. ഇവൻ എപ്പോഴെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് ഒന്ന് പോവുകയുള്ളൂ. ഇവൻ ശരിക്കും പറഞ്ഞാൽ നാട്ടില് ഒരു നോട്ടപ്പുള്ളിയാണ്. ഇതിനു മുമ്പേ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെന്തോ തീയിട് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുതായി കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ഇത്രയൊരു ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന നാട്ടുകാരോ സ്വന്തം വീട്ടുകാരും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം അമ്മയെ കൊല്ലുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇതുപോലത്തെ ഒരു കേസ് നമ്മുടെ ഇപ്പം കുണ്ടറയില് സ്വന്തം അമ്മേനെ മുത്തശ്ശനെ കൊലപ്പെടുത്തി. എന്നുവെച്ചാൽ മുത്തശ്ശനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചുറ്റിയ കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ട് കൊന്നിട്ട് അവിടെ വീട്ടില് ആ സാഹചര്യം എന്താന്ന് വെച്ചാല് ആ വീട്ടില് അവന് വന്ന ശേഷം മുത്തശ്ശനെ എന്തുമായിട്ട് ഒരു വാക്ക് തർക്കം ഉണ്ടായി. രാവിലെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഇവൻ പോയതാ. പിന്നെ പോലീസിലെ കേസൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്ന് മുത്തശ്ശന്റെ അടുത്ത് പോലീസ് കേസായി. പോലീസുകാരൊക്കെ വന്ന് ഒത്തുതീർപ്പാക്കിയതാ. അമ്മയും മകനുള്ള ഒരു ചെറിയ എന്തോ പ്രശ്നമായിരുന്നു. അപ്പൊ പോലീസുകാരെ വിളിച്ചത് ഇത് ചെറിയൊരു വിഷയമല്ലേ, അമ്മയും മക്കളും എന്നുള്ളത് കുറെ കേസ് വരാറുണ്ട്, ഇങ്ങനെ വഴക്കുണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അത് അവര് നിസ്സാരമായിട്ട് കളഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി സമയത്താണ് ഇവൻ തിരിച്ചു വന്ന് ഈ മുത്തശ്ശനെ കൊല്ലുന്നത്. ചുറ്റിക എടുത്തിട്ട് തലയ്ക്കടിച്ച് കൊല്ലുകയാണ്. അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല, ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നിട്ട് അമ്മേനെ വിശക്കുന്നു, ഫുഡ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇവൻ എന്താ പറയാ ഫുഡ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി റൂമിലേക്ക് കൊണ്ടുപോവുക. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അമ്മേനെ ഇങ്ങനെ കൊല്ലുകയാണ്, തലയ്ക്കടിച്ച് കൊന്നിട്ട്. പിന്നെ അമ്മ മരിച്ചില്ല എന്ന് കണ്ടപ്പോ നമ്മുടെ ഒരു മരണവെപ്രാളുണ്ടല്ലോ, അപ്പൊ സംഭവിക്കുന്ന ആ ഒരു ഞരക്കം അത് ഇവനെ അല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ഇവൻ കയ്യിലുണ്ടായിരുന്ന എന്തോ എടുത്ത് കുത്തി എന്നാ പറഞ്ഞത്. മുഖത്ത് കുത്തിയിട്ട് ഉളിയില്ലേ, അതുപോലത്തെ ഒരു എടുത്തിട്ട് കുത്തി, മുഖത്ത് കുത്തി. എന്നിട്ട് മരിക്കാൻ നേരിട്ട് തലേണ മുഖത്ത് അമർത്തിയിട്ട് അങ്ങനെ കൊല്ലുക ചെയ്ത്. ഈ 2 കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും കുറ്റബോധമില്ല. സ്വന്തം അമ്മയാണ്, പ്രസവിച്ച അമ്മയാണ് എന്നൊരു പരിഗണന പോലും. ആ ബന്ധങ്ങളുടെ ഒരു വില അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവർ ശരിക്കും ആ ഒരു ലഹരി തലയ്ക്ക് പിടിച്ചിട്ട് സ്വയം ബോധമില്ലാതെ എന്തോ കാണിച്ചു കൂട്ടുന്നു. ശരിക്കും നമ്മുടെ തലമുറയുടെ ഒരു പോക്ക് എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ഇതിനകത്തൊരു പങ്കുണ്ട്. പോലീസുകാർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷെ അവരെ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അവർക്കും ഒരു പങ്കുണ്ട്. ശരിക്കും പറഞ്ഞ സ്കൂളുകളിൽ നമ്മൾ ആദ്യമേ ഒരു ശരിക്കും എന്താ ഇടയ്ക്കെപ്പോഴും അല്ലാതെ ഒരു മാസത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് കുട്ടികളെ നല്ല രീതിക്ക് നടത്തിക്കണം. ഇപ്പോഴത്തെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾ മതി അവർക്ക് ദേഷ്യം വരാന്. ഇപ്പൊ നമ്മുടെ ഒരു PTA മീറ്റിംഗ് വിളിച്ചു എന്ന് വിചാരിക്കുക. കുട്ടികളെ കുറിച്ചിട്ട് എന്തെങ്കിലും അവൻ ഇങ്ങനെയാണ്, ക്ലാസ്സിൽ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാറില്ല, അതില്ല, ഇതെന്ന് പറയുമ്പോൾ അത് ടീച്ചറുടെ കുറ്റമായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. പേരൻസ് ആണെങ്കിലും അത് കുഴപ്പമില്ല, അത് ശരി. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയുന്നില്ല. എന്നിട്ട് അതങ്ങനെ പോയി അവരങ്ങനെ വെറുതെ വിടും. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ്, ഇതിനു മുമ്പേ ശരിക്കും കൗൺസിലിംഗ് കൊടുത്തിട്ട് നേരാക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ലായിരുന്നു. അതെ, സ്കൂൾ തലങ്ങളിലെ ഇതിനൊരു ക്ലാസ് തുടങ്ങിയ കൗൺസിലിംഗ് പലപ്പോഴും പല കേസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. കുട്ടികൾ എന്താണ് അവരുടെ മാനസികാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും ഒന്ന് ശ്രമിക്കണം. ചില സമയങ്ങളിൽ അവർ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു സമയങ്ങളിലായിരിക്കും ഇത് ഇങ്ങോട്ടൊരു ചായ്വ് കിട്ടുമ്പോ അത് പിന്നെ അഡിക്റ്റ് ആവും. അതിൽ ആശ്രയം തേടിയിട്ട് പിന്നെ അവരങ്ങനെ അങ്ങ് പോകും. പിന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റൂലെന്നാണ് മറ്റൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് വന്ദന കേസ്. അതും ലഹരിക്ക് അടിമയായ ഒരു പ്രതിയാണ് ഒരു പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അതും ഈ ലഹരിയാണ്. എല്ലായിടത്തും എന്താ പറയാ ഇതാകുന്നത് നിരപരാധികളാ. ഇതിനൊന്നും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അങ്ങനെ കുറച്ച് പേര് മരിക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മളിപ്പോ നല്ല രീതിയിൽ നടന്നാൽ ഇത് ഉപയോഗിക്കുന്ന 2 പേര് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമ്മളെന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല നമുക്ക്. അതാ പറഞ്ഞത്, കാലത്തിന്റെ പോക്ക് അങ്ങനെ ആയി പോയി. അതാണ് ഇപ്പൊ 1, 2, 3 ഇങ്ങനെ കേസുകൾ ഇങ്ങനെ വിരലിൽ ഉണ്ടാവുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതെന്താ വെച്ചാ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 2, 3 കേസുകള്
ഓരോ മാസത്തിന്റെ പോലും ഇടവേളകൾ ഇല്ലാതെയാണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും അതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ പറയുന്നത് ഇതെല്ലാം പുറം ലോകത്ത് അല്ല പുറം രാജ്യങ്ങളിലല്ലേ നടന്നുകൊണ്ടിരുന്നത്, കൂടുതലും മയക്കുമരുന്നൊക്കെ പുറം രാജ്യങ്ങളിലല്ലയോ, അതൊന്നും ഇവിടെ കിട്ടാറില്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോ ഇവിടെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അനാസ്ഥ എന്താണ്? ശരിക്കും ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി കൂടിയിരിക്കുന്നു. ഈ താമരശ്ശേരിയിലൊക്കെ അതിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ ഒരുപാട് കേസുകൾ ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വണ്ടികളിൽ നിന്ന് പിടിക്കുക, അങ്ങനെയുള്ള കുറെ ഇതുണ്ട് അവിടെ. അത് അതിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ന്യൂസുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് കേസുകൾ ഈ ഒരു വിൽപ്പനയ്ക്കായിട്ട് ഇറങ്ങുന്നുണ്ട്. കാരണം അത് സൈഡ് ബിസിനസ് പോലെ അവർ ചെയ്യുന്നതായിരിക്കാം. ആ സൈഡ് ബിസിനസ് നല്ലൊരു ബിസിനസ് ആയിരുന്നെങ്കിൽ ഓക്കെ. ഇത് മയക്കുമരുന്ന് അല്ലെങ്കിൽ MDMA അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങുമ്പോ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരിക്കാം. പക്ഷെ അത് തളർത്തുന്ന അല്ലെങ്കിൽ അത് കൊല്ലുന്നത് ഒരുപാട് യുവത്വങ്ങളെയാണ് അല്ലെ. അവര് പിന്നെ ഇതിനെ അഡിക്റ്റ് ആവുക. കാര്യത്തില് ഇവൻ ഉപയോഗിക്കാത്തതൊന്നുമില്ല. ഇവൻ ആ സാഹചര്യത്തിൽ എല്ലാം ഉപയോഗിച്ചിരുന്നു, MDMA, കഞ്ചാവ്. പക്ഷെ ഇത് എവിടുന്ന് കിട്ടി എന്നതും കൂടി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് പുറകിലൊരു വലിയൊരു സംഘമുണ്ട്, പക്ഷെ ഇതാരും അറിയുന്നില്ല. അതെ, ആരെങ്കിലും ഒരാളിങ്ങനെ ഉപയോഗിച്ച് ആള് വീട്ടുകാരെയോ നാട്ടുകാരെയോ ഉപദ്രവിക്കുമ്പോൾ മാത്രമേ അതൊരു കേസാവുന്നുള്ളൂ. പക്ഷെ അത് എങ്ങനെ ഈ ഒരാൾക്ക് കിട്ടുന്നു, അതും ഒരു 20-24 വയസ്സുള്ള ആ ഒരു ഏജുള്ള ഒരാൾക്ക് എവിടുന്ന് ഇങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് എവിടുന്ന് കിട്ടുന്നു? സ്കൂൾ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇതിനൊരു ഇതുണ്ട്, ഗ്യാങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ പരിശോധനകൾ നടത്തണം. നമ്മള് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാല് വീടുകളിൽ നിന്ന് തുടങ്ങണം, പിന്നെ സ്കൂളുകള്. ഇങ്ങനെയുള്ള ഇതില് നമ്മള് വീടുകളിൽ പരിശോധന നടത്തണം. കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗ് പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ കുട്ടികളൊക്കെ പറയോ ഞങ്ങളൊക്കെ വലുതായല്ലോ, സംശയമാണോ? പക്ഷെ ആ സംശയം നല്ലതിന് വേണ്ടിയിട്ടാ, അത് മാത്രം ചിന്തിച്ചാൽ മതി. വീടുകളിൽ വന്ന് കുട്ടികളുടെ ബാഗ് അതുപോലെ പോക്കറ്റുകൾ എല്ലാം ചെക്ക് ചെയ്യണം. ശരിക്കും നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നില്ല അത്രമാത്രം ചിന്തിച്ചാൽ മതി. അവിടെ സംശയമോ മറ്റേതൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഉറപ്പ്. സമാധാനമായിട്ട് കടന്നുറങ്ങാലോ നമുക്ക് രാത്രിയൊക്കെ, അത്ര മാത്രം ചെയ്താൽ മതി. ഇപ്പൊ പറഞ്ഞപ്പോഴേ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് സുരക്ഷിതത്വം ഇല്ലാത്തൊരു ആരെ വിശ്വസിക്കാൻ പാടില്ലാത്ത എന്നൊരു അവസ്ഥ വരിക എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ നമ്മുടെ ഷാരോൺ വധക്കേസിൽ വിധി വന്നില്ലേ? അതെ അതെ, വളരെ നല്ലൊരു വിധിയായിരുന്നു. എല്ലാരും കാത്തിരുന്ന പോലെ ഒരു വിധി വന്നു, നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ ഒരു വിധിയായിരുന്നു. നമ്മുടെ സന്തോഷം. കഴിഞ്ഞ സായന ചർച്ചയിൽ നമ്മുടെ ടോപ്പിക് അതായിരുന്നു, എന്തായിരിക്കും വിധി വരിക എന്ന്. ഇപ്പൊ ഒരു വധശിക്ഷ കൊടുത്തതോടെ നമുക്ക് എല്ലാവർക്കും അത് നടപ്പിലാക്കാൻ കഴിയട്ടെ. അതും ഇതും വേറൊരു തരത്തില് ലഹരിയൊന്നും അല്ലായിരുന്നു അത്, പക്ഷെ അത് വേറൊരു ടോപ്പിക്കായിരുന്നു. ഞങ്ങൾ വീണ്ടും അത് മുന്നേ ഞങ്ങളുടെ ചർച്ചാ വിഷയം അതായത് കൊണ്ട് നമ്മൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഈ ചർച്ച അതിൽ ബന്ധമുണ്ട്, പ്രണയം ലഹരി എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് എടുത്ത് വെക്കാം. അത് വേറെ ലഹരി, ഇത് വേറെ ലഹരി. ഇത് വേറൊരു ലഹരിയില് വീട്ടുകാരെ കൊല്ലുന്ന രീതിയിലേക്ക് എത്തി നിൽക്കണം. അതെ, ഈ ലഹരിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അതെ അതെ, സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോ നമുക്ക് ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും അറിയുന്നുണ്ടാവില്ല, അതായിരിക്കും ബിസിനസ് നടത്തുന്ന ആളുമായിട്ടായിരിക്കും. സോഷ്യൽ മീഡിയക്ക് വലിയൊരു പങ്കുണ്ട്. പിന്നെ വീട്ടുകാർ തമ്മിലൊരു കണക്ഷൻ വേണം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. വീട്ടുകാരുമായിട്ട് അധികം സംസാരിക്കാറില്ല. എനിക്ക് തോന്നുന്നു അവര് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല വീട്ടുകാരുമായിട്ട്. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മൾ അധികം സമയം അതിനകത്ത് ഗെയിം കളിച്ചും ഇൻസ്റ്റഗ്രാമില് റീൽസ് കണ്ടും അങ്ങനെ സമയം ചെലവഴിക്കും. തൊട്ടപ്പുറത്തെ റൂമിലിരിക്കുന്ന ഒരാളെ പോലും നമ്മൾ മെസ്സേജ് അയച്ചിട്ട് വാടാ അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും കോവിഡ് സാഹചര്യത്തിലാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ അത് തന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ നേരിട്ട് പറയാത്ത സ്ഥിതിക്കോളം സ്വന്തം ബന്ധങ്ങളുടെ വില അവിടെയാണ് ഇല്ലാതാവുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പ്രവർത്തികളിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മള് വീട്ടുകാർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു നല്ലൊരു ബന്ധം വേണം. എന്നാ പിന്നെ അവിടുന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയും, ഇപ്പൊ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ ഇപ്പൊ കണ്ടു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ചു അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനെ പിടിച്ചു, ഇവര് നേരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. കൗൺസിലിങ്ങിന് കൊണ്ടുകഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഇതിനൊരു ഘട്ടമായിട്ടാണല്ലോ നടക്കുന്നത്. അത് കൊണ്ടുപോയി കഴിഞ്ഞാല് ആ കൊണ്ടുപോകുന്ന സമയത്തുള്ള കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ. വീട്ടുകാർക്കും അത്രയേ ഉള്ളൂ, അതിനുള്ള സീരിയസ്നെസ് ഉള്ളൂ. അതെന്റെ മോനെ അറിയാതെ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യായം അവിടെ ഉണ്ടാകും. അതാണ് ഇവരുടെ പ്രോത്സാഹനം.
ഡോക്ടേഴ്സ് എടുത്തു പറയുന്നുണ്ട് കുട്ടികളെ ഇങ്ങനെ കൗൺസിലിംഗ് കൊണ്ടുവരും. പക്ഷെ ആ കൗൺസിലിംഗ് ഒരിക്കലും അത് പൂർത്തീകരിക്കാറുമില്ല. ഒരു സ്കൂളിൽ സസ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പൊ ഇങ്ങനെ കൗൺസിലിംഗ് കൊണ്ടുപോയിട്ട് കുട്ടിയുടെ മനോനില ശരിയായതിനു ശേഷം മാത്രം സ്കൂളിൽ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് പോയി പാരന്റ്സിന് ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ. അങ്ങനെ കുറച്ച് പേരുണ്ട് ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അത് പൂർണ്ണമായി നമ്മൾ തന്നെ ഇപ്പോഴത്തെ തലമുറയെ പറഞ്ഞ് അവരുടേതായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് സ്കൂളിലും നമ്മുടെ വീടുകളിലും ഒരു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു കൂട്ടമാണല്ലോ. അപ്പൊ ഒറ്റയ്ക്കാവുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിലാണ് കൂടുതലും ഡ്രഗ്സിനെ അഡിക്റ്റ് ആവുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുന്നത് ആൾക്കാര്. ഈ പുരുഷന്മാര് പൊതുവെ സിഗരറ്റ് ഒക്കെ വലിക്കുന്നത് ടെൻഷൻ ഫ്രീ ആവാനാന്ന് പറയാറ്. കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ. ടെൻഷൻ ഫ്രീ അത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റിലാക്സ് ആവും. അങ്ങനെയാ തുടക്കം. നമ്മളിപ്പോ എന്തെങ്കിലും സ്ട്രെസ് വന്ന് നിൽക്കുന്ന ഇപ്പൊ ഒരാള് സിഗരറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, എന്നാ ആളുടെ ആത്മാർത്ഥ സുഹൃത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവൻ ഒരു കൗതുകത്തിൽ നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കുമ്പോ നീ ഒന്ന് വലിച്ചു നോക്ക് വെറുതെ ഒന്ന് നോക്ക് അപ്പൊ അറിയാ എന്ന് പറയും. അപ്പൊ ഇവ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്. പിന്നെ അത് ആ എക്സ്പീരിയൻസ് പിന്നെ അത് അവന്റെ ജീവിതത്തിൽ പോകുന്നുണ്ട്. പക്ഷെ അത് അവരറിയുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു മോചനവും ഇല്ല. പെട്ടെന്ന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്താ പിന്നെ പലരോട് ചോദിക്കുമ്പോ വെറും സിഗരറ്റ് അല്ലേ, അതുകൊണ്ട് എന്താ? അത് വെറും സിഗരറ്റ് അല്ല, ഇതൊരു വളരെ മാരകമായിട്ടുള്ള വിഷാംശമാണ് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത്. അത് ഉപയോഗിക്കുന്ന ആളെ മാത്രമല്ല ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെയും കൂടിയാണ് അത് എഫക്ട് ചെയ്യുന്നത്. എന്താ നമ്മുടെ മാനസിക നിലയൊക്കെ തെറ്റിപ്പോകുന്നത് ഈ സാഹചര്യങ്ങളിലൊക്കെയാണ്. പിന്നീട് ഇതില്ലാതെ നമുക്ക് ടെൻഷൻ ഒന്ന് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന അത് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ടെൻഷൻ വരുമ്പോ അത് വലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ പറ്റത്തില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊരു തരത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ സിഗരറ്റ് അതുപോലെ കഞ്ചാവ്, MDMA ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് ആ ലഹരി അല്ലാതെ മദ്യപാനം ഒരു ലഹരിയാണ്. അതെ, അത് എടുത്തു പറയേണ്ടതാണ്. മദ്യപാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ശരിക്കും സ്റ്റാറ്റസ് സ്റ്റോറി വെക്കുന്നതാണ്. നമ്മള് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ജനങ്ങളല്ല, ഗവൺമെന്റ് ആണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് കേരളം ഒന്നാമത് അല്ലെങ്കിൽ ഈ ജില്ല ഒന്നാമത് എത്രയോ അഭിമാനപൂർവ്വം അവരതങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഒരു വിശേഷ ദിവസം, ഒരു ഓണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷു ഉണ്ടെങ്കിൽ അപ്പൊ അറിയേണ്ടത് എല്ലാവർക്കും ജനങ്ങൾക്ക് അറിയേണ്ടത് എത്രയാണ് എത്ര മദ്യം വിറ്റ് പോയി. പലയിടത്തും പറയും ഈ കാര്യത്തിൽ നമ്മളായിരിക്കും ഈ കാര്യത്തിൽ മലയാളിയെ കഴിഞ്ഞേ ഉള്ളു, വേറെ ആരും. 1-ാം തീയതിയാണോ അതവിടെ അന്ന് അടവ, അന്ന് പിന്നെ അത് കറക്റ്റ് ആയിട്ട് ചിലപ്പോ നമ്മുടെ EMI അടക്കുന്ന ഡേറ്റ് പോലും ഒരു ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ ചിലപ്പോൾ മറന്നു കാണും. പക്ഷെ ഇത് മറക്കില്ല ആരും. 1-ാം തീയതി ലീവാന്നുള്ള കാര്യം മിക്ക പുരുഷന്മാരും, എല്ലാവരും ഞാൻ എടുത്ത് പറയുന്നില്ല, ഇത് ഉപയോഗിക്കുന്നവര് മറക്കില്ല. അത് അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ആഘോഷ പരിപാടികളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മദ്യം. ഒരു ട്രെൻഡ് ഒന്നും പറയാം. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ പുരുഷന്മാർ, ഇപ്പൊ സ്ത്രീകളും ഇതൊക്കെ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കള്ള് കുടിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ ഭാഗമാണെന്ന് പറയാം, അല്ലെങ്കിൽ റീൽസിൽ രാജ്യത്തെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എത്രമാത്രം വലിയൊരു ദുരന്തത്തിലേക്കാണെന്നുള്ളതിന്റെ 2 സാക്ഷികളാണ് ഇപ്പൊ നമ്മള് 2-3 സാക്ഷികളാണ് ഇപ്പൊ പറഞ്ഞത്. അതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്താ ഈ സൽക്കാരങ്ങള് ഇത് നമ്മൾ തന്നെ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ഭാഗമാണിത്. എവിടെയെങ്കിലും ഒന്ന് ഒരു തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ഥലത്ത് അവിടെ ചെയ്തല്ലോ, അതുകൊണ്ട് നമുക്കിത് ഫോളോ ചെയ്യാം. പിന്നെ അതൊരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറിന് പിന്നെ ഇത് ഇല്ലാണ്ട് പറ്റില്ല. കല്യാണം, ന്യൂ ഇയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി, അതിന്റെ അവസാനം അല്ലെങ്കിൽ എല്ലാം തയ്യാറെടുപ്പുകൾക്ക് മുമ്പേ സാധനം മേടിച്ചിട്ടുണ്ടോ, സാധനം ഉണ്ടോ? ഇപ്പൊ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അപ്പൊ അവരാദ്യം വിളിച്ച് ചോദിക്കുക എന്താ കല്യാണത്തിന് ഡേറ്റ് ഒന്നല്ല ചോദിക്കുക, സാധനം കിട്ടുമോ? അത്രേ ഉള്ളവർക്ക് അറിയേണ്ടത്. അങ്ങനെയൊരു സമൂഹമാണ് നമ്മളത്. പക്ഷെ അതാരും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കുഴപ്പമില്ല, അതിപ്പോ എന്തായാലും എല്ലാവരും ചെയ്യുന്നത്. മുതിർന്നവർ ഇങ്ങനെ ചെയ്യുമ്പോ
പിന്നെ വരുന്ന തലമുറയും ഇത് തന്നെയാ ചെയ്തത്. നമ്മുടെ വീട്ടിലും ഉണ്ട് ഇങ്ങനെ അവസ്ഥയുണ്ട്. ആദ്യമൊക്കെ ഇത് കല്യാണത്തിന് ശേഷം ഭർത്താവ് മദ്യപിക്കുന്നു, വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടും പുറത്താണെങ്കിൽ അത് സർവ്വസാധാരണയല്ലേ. അത് ആ കള്ളു കുടിച്ചതിന്റെ പുറത്താ, അത് കള്ളിന്റെ പുറത്താ, അത് ആ കെട്ടിറങ്ങുമ്പോഴേക്കും അത് മാറും. അങ്ങനെ നമ്മൾ സ്ത്രീകൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പൊ അങ്ങനെയല്ല, സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നടിക്കും. കല്യാണത്തിന് ശേഷം ഇപ്പൊ അതൊരു ട്രെൻഡാ. കല്യാണത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന അങ്ങനെയൊക്കെ ഇത് അതും അങ്ങനെ എൻജോയ് ചെയ്തിട്ട്. പക്ഷെ അതിന് ശേഷം വരുന്ന പ്രശ്നങ്ങളൊന്നും ഇവരാരും ചിന്തിക്കുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ അത്യാവശ്യം ഒരു മിതമായ രീതിയിലൊക്കെ കുടിക്കാൻ തോന്നും. കാരണം എന്തോ അതിന് നല്ല ഗുണങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ദോഷങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതിന്റെ. അപ്പം ചെറിയ രീതിയിൽ അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ ഓവറാകുമ്പോൾ, അമിതമാകുമ്പോൾ അമൃതം വിഷമാണല്ലോ. ഇതെന്താന്ന് വെച്ചാല് നമ്മള് ഈ കാണിക്കുന്നത് മറ്റൊരാൾക്ക് പ്രചോദനമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ അച്ഛൻ കുടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ പരിപാടിയിലെ ഏട്ടന്, അനിയൻ, ഇവരൊക്കെ കുടിക്കുന്നു. അന്ന് പിന്നെ നമുക്ക് അതെന്താന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതെല്ലാവരുടെ മനസ്സിലുണ്ടാവും. പ്രത്യേകിച്ച് ടീനേജിന്റെ പ്രായം എന്ന് പറയുന്നത് എന്തോ എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അവർക്ക് കറക്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതെന്താ ഇതെന്താ നമ്മളറിയാം, അത് കൊള്ളാലോ, അത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോ, വെറുതെ എക്സ്പീരിയൻസ് ചെയ്യാം അന്ന്. പക്ഷെ അവിടെയാണ് അതിന്റെ തുടക്കം വരുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ല. അത് പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയും അത് ചെയ്തതിന് ശേഷം മാത്രമേ അവർ പിന്നെ അതിൽ നിന്ന് പിന്മാറുള്ളൂ. അതത്രേ ഉള്ളൂ. സ്ത്രീകളുടെ കാര്യം എടുത്തു പറയണം. ഇപ്പൊ പബ്ബുകളില് കൊച്ചിയിലൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ എപ്പോഴും നടക്കുന്നത്. ഇത് ഇവിടെ ഇങ്ങനെയാ എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ മാറുന്നുണ്ടല്ലേ. കാരണം രാത്രിയല്ല പകലല്ല. ഇതിപ്പോ നമ്മളൊരു സദാചാരം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു, നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. കാരണം സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒരു ഭേദമന്യം ഇല്ലാതെ അവരിങ്ങനെ പുറത്തിറങ്ങി അവര് പൊതുജനങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. അവരൊരു ഒരറ്റത്ത് അടങ്ങിയിരുന്നാ ഓക്കെ. ഇതല്ല. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. ട്രെയിനിലൊക്കെ പോകുമ്പോ, ട്രെയിനിൽ ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് മദ്യപിച്ചിട്ടാ ട്രെയിനിൽ കയറിയുന്നത്. ആള് എന്താ ചെയ്യണേ ഏതാ ചെയ്യണത് ഒരു ബോധമല്ല ആൾക്ക്. ഇവര് രാത്രി പണിയൊക്കെ കഴിഞ്ഞ് ട്രെയിനില് ഒരു വലിയ സീറ്റിലങ്ങോട്ട് ഇരുന്നുണ്ട്. പിന്നെ ആൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കാൻ തുടങ്ങി. പിന്നെ ആള് ഛർദ്ദിച്ച് കലമ്പാക്കി അവിടെ. ഇങ്ങനെ ആ ട്രെയിനകത്തുള്ള അത്രയും പേർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടെങ്കിലും ചിന്തിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കാന്ന് അങ്ങനെ ഒരു ബോധമല്ല. നല്ലൊരു ബോധവൽക്കരണം കിട്ടുകയാണെങ്കിൽ ചിലപ്പോ നല്ല രീതിയിൽ നല്ലൊരു ബോധവൽക്കരണം. ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ തന്നെ പോകുമ്പോ ഫസ്റ്റത്തെ പരസ്യം അതാ. എന്നിട്ട് ഇന്റർവെൽ ടൈമിൽ നേരെ പോകും സ്മോക്കിംഗ് ഏരിയയിലേക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ ആ ഒരു സിഗരറ്റിന്റെ പാക്കറ്റിലായാലും എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതാർക്കും കാണണ്ട. അത് മദ്യപിക്കുമ്പോൾ ഇതിലുണ്ടല്ലോ, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യുവതലമുറ ചിലപ്പോ ഈ സിനിമകള് കണ്ടിട്ടും അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ ഒരാള് ഒരു നടൻ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അത് പിന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയാ. ഇപ്പൊ ഏത് ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അതേപോലെ ചെയ്ത് അങ്ങനെ കാണിക്കുന്നൊരു സമയമാണ് ഇപ്പൊ അത്. അതേപോലെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം ഇങ്ങനെ ചെയ്തു. വിജയുടെ ഒരു കാര്യത്തിൽ വിജയുടെ സിനിമയിൽ വിജയ് എന്തോ ചെയ്തിട്ട് അതേപോലെ വിജയുടെ ഫാൻസ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കുട്ടികൾ വിജയനെ കണ്ട് അനുകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. ഒരു അമ്മ വന്നിട്ട് ഇങ്ങനെ പ്രതികരിച്ചിരുന്നു, സമൂഹ മാധ്യമത്തിലൂടെ ഇങ്ങനെ പ്രതികരിച്ചിരുന്നു. ഇങ്ങനെ അവര് അറിവുകൊണ്ടല്ല, പക്ഷെ അതിൽ അവർ എഴുതി കാണിക്കുന്നുണ്ട് സിനിമയില് ഇന്നത് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഇത് വേറൊരു നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അതിൽ 1% അവരത് ഏറ്റെടുക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതെ അതെ. ചിലരൊന്നും സിനിമയെ കാണാതെ റിയൽ ലൈഫില് അത് എടുക്കുന്നവരുണ്ടല്ലോ. അതിന്റെ കാര്യം പറഞ്ഞ പുണ്യമുകുന്ദന്റെ സിനിമ പറഞ്ഞല്ലോ, മാർക്കോയില് മറ്റേ പൂച്ചയുടെ എന്നൊരു സീനുണ്ട്. അത് പൂച്ചയുടെ നായുടെ
സീനുണ്ട്. അതിനകത്ത് അതേപോലെ എന്നിട്ട് ഒരു ട്രോള് പോലെ എന്താ ഇറങ്ങിയിരുന്നു. ഈ സിനിമയുടെ എഫക്റ്റില് ഇവന് പൂച്ചനെ തല്ലിക്കൊന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതേപോലെ അതാണ് ഈ ചില കാര്യങ്ങള് നമ്മൾ ചിലപ്പോ ഒന്നും വിചാരിക്കുന്നുണ്ടായില്ല. വയലൻസ് സിനിമകൾ അതുകൊണ്ടാണ് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് കാണിക്കരുതെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇത് ബാക്കിയുള്ള ഒരു രസത്തിനാണെങ്കിൽ അത് ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കുന്നത്. പക്ഷെ നമ്മളത് അറിഞ്ഞും കൊണ്ടല്ല ചെയ്യുന്നതൊന്നും. അപ്പോ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ലഹരി എന്ന സാധനം പോലീസുകാർ, ഗവൺമെന്റും എല്ലാം ഒരു കുറച്ച് കാര്യബോധത്തോടു കൂടി ശരിക്കും ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ നമ്മുടെ റെക്കോർഡുകൾ നോക്കി നിന്നാൽ നമ്മുടെ സമൂഹം ചിലപ്പോ ഇല്ലാതാവും. നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഇതാണ് എന്താ ഹരിതഭൂമി, പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞ് വിദേശികൾ ഒരുപാട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത് എന്താ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ എന്നാണ്. പക്ഷെ ആ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോ ഇപ്പൊ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് എന്താ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, കാഴ്ചകൾ കാണാൻ വരുന്നവര്. ഈയിടെ ആയിട്ട് ഒരു കേസൊക്കെ റിപ്പോർട്ട് ചെയ്തത്, വിദേശി ഇങ്ങനെ പീഡിപ്പിച്ചതായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ. അതാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പക്ഷെ അതും നമുക്ക് മാറ്റങ്ങൾ വേണം, മാറ്റങ്ങൾ തീർച്ചയായിട്ടും വേണം. അപ്പൊ അതിനു വേണ്ടി നല്ല കൗൺസിലിംഗ് കൊടുക്കണം. ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ വേണം, ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ കൗൺസിലിംഗ് കൊടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ശരിയാണെന്ന്, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു ബോധം കുട്ടികളിൽ എന്തായാലും വേണം, വളർത്തണം. അത് ചെറുപ്പം മുതലേ നമ്മൾ തുടങ്ങണം. അവൻ കുഞ്ഞല്ല, വളരട്ടെ, വളർന്ന് വലുതാവട്ടെ എന്നിട്ട് പറയാം. പക്ഷെ അങ്ങനെ ശരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ നമ്മുടെ മകൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മകൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മളെല്ലാം മുൻകൂട്ടി കണ്ട് നമ്മൾ കൗൺസിലിംഗ് സ്കൂളിൽ നിന്ന് തൊട്ടേ തുടങ്ങണം. എന്നിട്ട് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗിൽ പേരൻസും ഉൾപ്പെടാം. എന്നിട്ട് അവരെന്താ ചെയ്യാ, കുട്ടികളുടെ മുന്നിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. നല്ലൊരു രീതിയിൽ അവരുടെ മുന്നിൽ ഒന്ന് കാണിച്ചാൽ കുട്ടികളും അതുവഴി തന്നെ നല്ല രീതിയിൽ തന്നെ പൊയ്ക്കോളും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മുടെ ഫാമിലിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അത് മാതൃകയാവണം. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ലഹരി ഉപയോഗിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നീ ഒന്ന് എക്സ്പീരിയൻസ്. നമ്മളെ എന്നുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ അവിടെ, നമ്മള് വേണ്ട എന്ന് വെക്കുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മളെന്ത് അവനത് അവനെന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ നോ പറയുന്നിടത്ത് അത് അവിടെ നോ തന്നെയാണ്. അത് ആദ്യം തീരുമാനിക്കണം. വ്യക്തിപരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്നോ ഒരിക്കൽ ഒരു ജയസൂര്യ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മയിൽ ഒരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കള്ളുപിടിക്കാനൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മളെ റെക്കമെൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോ താങ്കൾ എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പൊ യഥാർത്ഥ ഒരു ഫ്രണ്ട് ആണെങ്കിൽ എന്താ പറയേണ്ടത്, നോ പറയുകയും വേണം, കൂടാതെ അവനെയും കുടിക്കാൻ സമ്മതിക്കരുത്. അതാണ് ശരിക്കും വേണ്ടത്. അവന് ചിലപ്പോ അത് ഹേർട്ട് ആവോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അതിനെ പിന്തിരിപ്പിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൂഷ്യവശങ്ങൾ അറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ മാറ്റണം, എങ്കിലും ഒരു യഥാർത്ഥ ഫ്രണ്ട് ആവൂ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നു. ശരിയാ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളപ്പോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഫ്രണ്ട്സ് ഉപയോഗിക്കാന്ന് വിചാരിച്ചോ, ഇപ്പൊ എന്തെങ്കിലും ലഹരിയായിട്ടോ അല്ലെങ്കിൽ ഡ്രഗ്സോ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, അവനെ നന്നാക്കാം, അല്ലെങ്കിൽ അവൻ അതിനകത്ത് പെട്ടുപോയി, അവനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നൊരിതുണ്ടല്ലോ. അതല്ല ചിന്തിക്കുക. അവര് വിചാരിക്കും, അയ്യോ ഇതിനിപ്പോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കാരണം എന്റെ ഫ്രണ്ട് മോശക്കാരനാവും, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ എന്താണെന്നറിയാം, ആ ഒരു തീരുമാനമാണ് അവിടെ പ്രശ്നം വരുന്നത്. ചിലപ്പോ നമ്മുടെ വീട്ടുകാർക്ക് അറിയുന്നുണ്ടാവില്ല നമ്മുടെ മകൻ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും, കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾക്ക്. അപ്പൊ അവിടെ നിന്ന് വേണം തുടങ്ങാന്. അവിടെ നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല്, ഇവനെ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഒന്ന് വീട്ടുകാരെ അറിയിച്ചാൽ തന്നെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാത്തതും പിന്നീട് വലിയൊരു എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ളൊരു റീസൺ ആയിട്ട് മാറും അത്, അല്ലേ? ശരിക്കും ഈ ലഹരി ഏറ്റവും കൂടുതൽ 20-25 പ്രായത്തിന്റെ ഇടയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഒരു കണക്കുണ്ട്. പക്ഷെ ഇപ്പൊ പറയുമ്പോ ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില കുട്ടികള് ബിയറിന്റെ കുപ്പി കൊടുത്തിട്ട്
ടോണിക്ക് പൊട്ടിക്കുന്നതൊക്കെ അല്ല ടോണിക്ക് മരുന്ന് കുടിക്കാൻ വേണ്ടി ഇതിന്റെ ചിലപ്പോ ഇത് മണപ്പിക്കും ഇത് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മളിവിടെ അല്ല വിദേശ രാജ്യത്തൊക്കെ ചിലപ്പോ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ശരിക്കും. ഓക്കെ. പക്ഷെ അതൊക്കെ ഒരു രസമായിട്ട് എടുത്തിട്ട് ഇത് മറ്റുള്ളവര് ചെറിയ കുട്ടികളെ കാണണല്ലോ, അപ്പൊ വിചാരിക്കും ഇത് എന്താന്നുള്ള ചിലപ്പോ അറിയാതെ പോയിട്ട് കുട്ടികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും ഈ മദ്യമൊക്കെ. വീട്ടില് അച്ഛനെങ്ങാനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എന്താന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് കുടിക്കാൻ ചിലപ്പോ ബോധം ഉണ്ടാവാതെ അങ്ങനെ എന്താ. അപ്പൊ ഞങ്ങക്ക് ഈ ഒരു വിഷയം ഞങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാല് എന്താ ഇനിയെങ്കിലും നമ്മളെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ. കാരണം അതുമൂലം സ്വബോധം നഷ്ടപ്പെട്ട് വീട്ടുകാരെ പോലും കൊലപ്പെടുത്താൻ മാത്രം ക്രൂരമായിട്ടുള്ള ഒരു യൗവനമാണ് നമുക്ക് ചുറ്റും ഉള്ളത്. യൗവനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളൊരു യൗവനമാണ്. അതില് നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ഒരാളാണെങ്കിൽ പോലും നമുക്കറിയാതെ ദൂഷ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളത് തെറ്റാണെന്ന് നമുക്കറിയാം. ആ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നോ പറയാൻ നമ്മൾ ശീലിക്കണം. നോ എവിടെ പറയുന്നോ അവിടെ മുതൽ നമ്മളെ ജീവിതം മാറുകയാണ്. നമ്മളെ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളിനും അത് മാറ്റം ഉണ്ടാക്കും. അവരെ ഒന്ന് മാറ്റാൻ നമുക്ക് സാധിക്കും. ഏറ്റവും വലിയ കാര്യം എന്താ ചിലപ്പോ ഇന്നിപ്പോ നമ്മളിപ്പോ ഈ നമുക്കറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ജില്ലയിലുള്ള ആള് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ ആഷിഖിന്റെ ആണെങ്കിലും അഖിലിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് അവിടെയല്ലേ ഇത് ഇവിടെയല്ലേ എന്നല്ലേ. ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലാണിത്, നമ്മൾ ജീവിക്കുന്ന നാട്ടിലാണ് ഈ സംഭവിക്കുന്നത്. ഇപ്പൊ നാളെ ചിലപ്പോ ഈ ആഷിഖിന്റെയും അഖിലിന്റെയും ഒക്കെ ഫ്രണ്ട്സ് വിചാരിച്ചിരുന്നെങ്കിൽ അവരൊന്ന് മാറ്റാമായിരുന്നു ശരിക്കും. ഇപ്പൊ നമ്മളിപ്പോ വിചാരിക്കും അത് അവിടെയല്ലേ ഇവിടെയല്ലേ. ഈ നാളെ നമ്മുടെ വീട്ടിലത് സംഭവിക്കും. അതിനൊരു നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ എന്താ നമ്മളെയും കൊണ്ട് പെട്ടെന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് അതേ പുറത്ത് വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേരളം വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നത്. അത്രയാണ്. ഓക്കെ. എന്തായാലും ഇന്നത്തെ നല്ലൊരു കേരളം, നല്ലൊരു ജനത നമുക്ക് മുന്നിൽ ഇനി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം. ഇനി ഇതുപോലുള്ള കേസുകൾ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഇല്ലാതാവട്ടെ. ഇങ്ങനെയുള്ള കേസുകൾ സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്തി, അതും മയക്കുമരുന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ തന്നില്ല എന്ന പേരിലൊന്നും കൊലപ്പെടുത്തി എന്നുള്ള ബോധത്തോടു കൂടി ബോധം വന്നിട്ട് അവർക്ക് അതിലൊരു കുറ്റബോധം ഇല്ലാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും ഇല്ലാതിരിക്കട്ടെ. അത്രമാത്രം. അപ്പൊ എന്തായാലും അടുത്തൊരു ചർച്ചയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.